കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത. അവിടെ കണ്ണൂരിൽ സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച 60 ലക്ഷം രൂപയുടെ സ്വർണം മോഷ്ടിച്ചത് CPIM കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ചേർന്നാണ്. CPIM ബ്രാഞ്ച് സെക്രട്ടറി സുധീർ തോമസും കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് സുനീഷ് തോമസും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. ഇരിട്ടി ആനപ്പന്തി ബാങ്കിന്റെ കച്ചേരിക്കടവ് ബ്രാഞ്ചിൽ നിന്നാണ് സ്വർണം നഷ്ടമായത്. സുനീഷ് തോമസ് അറസ്റ്റിലായിട്ടുണ്ട്. സുധീറിനായി തെരച്ചിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, രണ്ടുപേരും ചേർന്ന് നടത്തിയ തട്ടിപ്പ് എങ്ങനെയാണ് ലോക്കറിൽ നിന്ന് ഇവർക്ക് ഈ സ്വർണം സ്വന്തമാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ കഴിഞ്ഞത്? പോലീസ് എന്താണ് കൂടുതലായി വിശദീകരിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. ശ്രീജിത്ത്, നിലവിൽ ഇരിട്ടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ്: സുനീഷ് തോമസും അതോടൊപ്പം തന്നെ സുധീർ തോമസും, സുധീർ തോമസ് CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, സുനീഷ് തോമസ് കച്ചേരിക്കടവിലെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റാണ്. ഇവർ രണ്ടുപേരും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിൽ പോലും ഇവർ നല്ല സുഹൃത്തുക്കളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇവർ ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു കവർച്ചയാണ് ഇതെന്നാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ സുധീർ തോമസ് ഈ ബാങ്കിലെ ജീവനക്കാരനാണ്, താൽക്കാലിക ക്യാഷറായി ജോലി ചെയ്യുന്ന ആളാണ്. ഇയാളാണ് കൃത്യമായി ഈ സ്വർണം, മുക്കുപണ്ടം വെച്ച് സ്വർണം എടുക്കുന്നത്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ സുനീഷ് തോമസ് ആണെന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ എടുത്തിട്ടുള്ള, അതായത് ഇവർ കവർച്ച ചെയ്തിട്ടുള്ള സ്വർണത്തിൽ ഏകദേശം 50% സ്വർണം ഈ സുനീഷ് തോമസ് അവിടെ പണയം വെച്ചതാണ്. ഇതെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിംഗ് ആണ് കൃത്യമായി നടന്നത്. അതോടൊപ്പം തന്നെ സുധീർ തോമസിൻ്റെ ഭാര്യയുടെ പേരിൽ ഈ ബാങ്കിൽ തന്നെ പണയം വെച്ചിട്ടുള്ള സ്വർണവും ഇതോടൊപ്പം തന്നെ എടുത്തിട്ടുണ്ട്. 18 കവറുകളിലായി 60 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് അവിടെ നിന്ന് കവർന്നിട്ടുള്ളത്. അതിന് പകരം മുക്കുവണ്ടം വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സുനീഷ് തോമസിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുനീഷിന് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചിരുന്നു. ആ ബാങ്കിലെ തന്നെ ചില ജീവനക്കാരുടെ മൊഴി വളരെ നിർണായകമായെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് സുനീഷ് തോമസിനെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് നിലവിൽ സുനീഷ് തോമസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുധീർ ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഏറെക്കാലം മുംബൈയിൽ ജോലി ചെയ്ത ആളാണ് സുധീർ, ചെന്നൈയിൽ പഠിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെ എവിടെയൊക്കെങ്കിലും കടന്നിട്ടുണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അങ്ങനെ പോലീസിൻ്റെ പ്രത്യേക സംഘം തന്നെ ഇതിനുവേണ്ടി, സുധീറിനെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തായാലും അന്വേഷണം നടത്തി വരുന്നുണ്ട്. എന്തായാലും വലിയ കവർച്ചയാണ് ആനപ്പന്തി ബാങ്കിന്റെ കച്ചേരിക്കടവ് ബ്രാഞ്ചിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നിലവിൽ സുനീഷ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശരി, CPIM കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ആരുടെയൊക്കെ സഹായം കിട്ടി എന്നതിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്ക് കടക്കുകയാണ്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.